ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ബാക്ക്ഗ്രൗണ്ട് പ്രീസെറ്റുകളെ പറ്റിയിട്ടാണ്. ആദ്യം തന്നെ എന്താണ് പ്രീസെറ്റ് എന്നുള്ളത് പറഞ്ഞുതരാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഒരുപാട് എഫക്റ്റുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ ഒന്നിൽ കൂടുതൽ എഫക്റ്റുകൾ അതെല്ലാം കൂട്ടി ചേർത്തിട്ടുള്ള ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനാണ് നമ്മൾ പ്രീസെറ്റ് എന്ന് പറയുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ എഫക്റ്റുകൾ നമ്മൾ അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മളൊരു എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറ്റിയ ഒരു പ്രീസെറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രീസെറ്റിനെ നേരെ ഇവിടെ കൊണ്ടിട്ടാൽ മതി. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് എഫക്റ്റുകൾ യൂസ് ചെയ്തില്ലേ, ഒരു പ്രൊജക്റ്റിൽ തന്നെ ഒരുപാട് എഫക്റ്റ് യൂസ് ചെയ്തില്ലേ, അതിനെല്ലാം കൂട്ടി ചേർത്തിട്ട് ഒരു പ്രീസെറ്റ് ആക്കി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ പ്രീസെറ്റിനെ നേരെ ഇതിൽ കൊണ്ടിട്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്രയും കാര്യങ്ങൾ ചെയ്യാതെ നമുക്ക് എളുപ്പത്തിൽ പണി തീർക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിനെ യൂസ് ചെയ്യുന്നതാണ് പ്രീസെറ്റ് എന്നുള്ളത്. ഞാൻ നിലവിൽ പ്രീസെറ്റിന് ഒരു എക്സാമ്പിൾ, ഒരു ബാക്ക്ഗ്രൗണ്ട് പ്രീസെറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു മുൻപ് നമുക്കൊരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനൊരു ന്യൂ കോമ്പോസിഷൻ കൊടുത്തിട്ട് ജസ്റ്റ് ഒരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് ലെയറിൽ പോയിട്ട് സോളിഡ് ലെയർ ക്രിയേറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് Ctrl+Y ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം ഞാനൊരു സോളിഡ് ലെയർ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മളിവിടെ ഒരു സോളിഡ് ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രീസെറ്റ് ആഡ് ചെയ്യണം. പ്രീസെറ്റ് ആഡ് ചെയ്യാനായിട്ട് എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പാനലിലേക്ക് വരാം. ഇതിൽ ആനിമേഷൻ പ്രീസെറ്റ്സ് എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രീസെറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ബാക്ക്ഗ്രൗണ്ടിനായിട്ട് കൊടുത്തിട്ടുള്ള കുറേ പ്രീസെറ്റ് ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്താലും ഇഷ്ടം പോലെ ബാക്ക്ഗ്രൗണ്ട് പ്രീസെറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇതിൽ അപ്പാരിഷൻ വരുന്നുണ്ട്, ബ്ലോക്സ് വരുന്നുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ട് സർക്യൂട്ട് വരുന്നുണ്ട്, ക്രീപ്പി വരുന്നുണ്ട്, കേർട്ടൈന്, ഇങ്ങനെ ഒരുപാട് പ്രീസെറ്റുകൾ നമുക്ക് ഓൾറെഡി ഇതിൽ കിട്ടുന്നുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണം എടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫോഗ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ അതിനെ നേരെ നമ്മുടെ ലെയറിൽ കൊണ്ടിടാണ്. അപ്പോൾ ഈ ഒരു ലെയറിന് മുകളിൽ കൊണ്ടിട്ടപ്പം ഒരു ഫോഗിൻ്റെ ആ ഒരു എഫക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ആ ഒരു ഫോഗ് മൂവ് ആവുന്ന ആ ഒരു എഫക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് അറിയാം, ഈ പ്രീസെറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ള പ്രീസെറ്റ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ഇതിൽ ആഡ് ചെയ്തപ്പം അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പ്രീസെറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ എഫക്റ്റുകൾ കൂടി ചേർന്നിട്ടുള്ള സംഭവമായിരിക്കും. അപ്പം ഇതിൽ ഏതൊക്കെ എഫക്റ്റുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. എഫക്റ്റ് കൺട്രോളിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഇതിലിപ്പം 2-3 എഫക്റ്റുകൾ വരുന്നുണ്ട്. ഇപ്പം ഈ ലെവൽസ് എന്ന് പറയുന്ന എഫക്റ്റ് ഉണ്ട്, അതുപോലെ വേറൊരു എഫക്റ്റ് ഉണ്ട്. അങ്ങനെ 3 എഫക്റ്റുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നെങ്കിൽ ഈ പ്രീസെറ്റ് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഇനി അതല്ല, ഇതിൽ എന്തെങ്കിലും ആനിമേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചുകൊണ്ട് പുതിയ ആനിമേഷൻ ചെയ്തെടുക്കാനും പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇതിലുള്ള ആനിമേഷൻ, ഇതിൽ നിലവിൽ കൊടുത്തിട്ടുള്ള ആനിമേഷൻ എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇതിൽ കൊടുത്തൊരു ആനിമേഷനാണ് ഇവിടെ ബ്ലൂ കളറിൽ കാണുന്ന ഈ കീ ഫ്രെയിം ഓണായി കാണുന്ന ഈ ഒരു ഇവല്യൂഷൻ എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വരുത്താൻ പറ്റും. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഈ ടൈം ലൈനിൽ വന്നിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ കൊടുത്തിട്ടുള്ള ഈ പ്രീസെറ്റിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ എഫക്ട്സുകളും ഇവിടെ കാണാൻ പറ്റും. അതൊക്കെ തന്നെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഏത് തരത്തിലും വ്യത്യസ്ത തരത്തിലുള്ള പ്രീസെറ്റുകളെ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതേ രൂപത്തിൽ നമുക്ക് ഇതിലുള്ള ഏതൊരു എഫക്റ്റ് വേണമെങ്കിലും നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ആ ഒരു എഫക്റ്റിനെ നമുക്ക് എഡിറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ അതിലേക്ക് പുതിയ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാ എഫക്ട്സും എല്ലാ പ്രീസെറ്റുകളും ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഏതൊക്കെ എവിടെയൊക്കെ സ്യൂട്ട് ആവും എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അത് നിങ്ങൾ പ്രൊജക്റ്റിൽ യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു.